എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു. ഇന്നെല്ലാവരും ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ചെയ്യുക. ജൂലൈ 18, 2025 കർക്കിടകം 2 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സൽക്കാരയോഗം, നിയമവിജയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യാത്രകൾ വിജയിക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാം. വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകളും വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം, നേട്ടം, അംഗീകാരം, അഭിമാനം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ശത്രുക്ഷയം, പരീക്ഷാ വിജയം ഇവ കാണുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയം, സന്തോഷം, തൊഴിൽ ലാഭം, സ്ഥാനക്കയറ്റം, അംഗീകാരം ഇവ കാണുന്നു. വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുള്ള അവസരങ്ങളും ഇവർക്ക് കാണുന്നുണ്ട്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം. ഉദരവൈഷമ്യം, പ്രവർത്തനമാന്യം, യാത്രാ തടസ്സം, ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യപരാജയം, മനപ്രയാസം, ധനനഷ്ടം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. ഇച്ഛാഭംഗത്തിനും അപകടഭീതിക്കും സഹപ്രവർത്തകരാൽ ദ്വേഷിക്കപ്പെടാനും മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യവിജയം, ശത്രുക്ഷയം, നേട്ടം, മത്സര വിജയം, ദ്രവ്യലാഭം, ധനയോഗം, ബന്ധുസമാഗമം ഇവ കാണുന്നു. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള അവസരങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം, മത്സര വിജയം, നിയമവിജയം എന്നിവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള സാധ്യതകളും ഏറെയായി കാണുന്നു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യപരാജയത്തിനും ഇച്ഛാഭംഗത്തിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിയമപരാജയം, മനപ്രയാസം, അലച്ചിൽ, ചെലവ്, ചില നഷ്ടങ്ങൾ ഇവ കാണുന്നുണ്ട്. വായ്പാ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യതടസ്സം, അഭിമാനക്ഷതം, മനപ്രയാസം, വഴക്ക്, ഇച്ഛാഭംഗം എന്നിവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യവിജയം, സ്ഥാനലാഭം, ആരോഗ്യം, അംഗീകാരം ഇവയെല്ലാം കാണുന്നു. യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം,
ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യപരാജയം, അഭിമാനക്ഷതം, കലഹം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. മനപ്രയാസം, അലച്ചിൽ, ചിലവുകൾ, നഷ്ടം, ഇച്ഛാഭംഗം ഇവയ്ക്കുള്ള സാധ്യതകളും ഉണ്ട്.